എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു കാര്യത്തിലും ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാവാത്തത്? ഇത്രയും വലിയൊരു ഇഷ്യൂ കേരളത്തിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ രീതിയിൽ CPM-ന് വോട്ട് ചോർച്ചയുണ്ടായി, വലിയ തകർച്ചയുണ്ടായി. ഇപ്പോൾ അവരാകെ പറയുന്നത് ചേലക്കരയിൽ വിജയിച്ചു എന്നാണ്. അത് ടെക്നിക്കലാണ്. 35,600 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ എന്നാണ് ഈ 2021 നടന്ന തെരഞ്ഞെടുപ്പാണ്. അത് 12,000-ലേക്ക് ഒതുങ്ങുമ്പോൾ എത്ര ശതമാനം വോട്ടാണ് അവർക്ക് നഷ്ടപ്പെട്ടത്? പാലക്കാട് 3000 വോട്ടിൽ ജയിച്ച് ഷാഫി ജയിച്ചെടുത്ത് 18,000 വോട്ടിലേക്ക് എങ്ങനെ പോയി? ഈ പറയുന്ന വയനാടിൽ എന്താണ് സ്ഥിതി? ഈ വോട്ടൊക്കെ പോയത് എവിടെ നിന്നാണ്? CPM എന്നാണ്. ഇപ്പം എന്താ ഏറ്റവും ലേറ്റസ്റ്റ്? പാർട്ടിയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ രാജിവെച്ച് പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? BJP-യിലേക്ക്. രാജിവെച്ച് പോകുന്ന പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ലിസ്റ്റേ കേരളത്തിലെ ജനം കാണുന്നുള്ളൂ. പക്ഷേ ജനം കാണാത്ത ഒരു അടിയൊഴുക്ക് പാർട്ടി പ്രവർത്തകരിൽ, അനുഭാവികളിൽ CPM-ന് ആ തകർച്ച സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? ഈ ഗവൺമെൻറ്റിനെതിരെ കഴിഞ്ഞ 1-2 വർഷമായി, ഏറ്റവും അവസാനമായി കഴിഞ്ഞ 4-5 മാസമായി നിരന്തരമായി ഒരു ഭരണകക്ഷിയെ പ്രതിനിധീകരിച്ചൊരു MLA എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയല്ല, കളവാണ് എന്ന് പറയാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും തൃശ്ശൂരിലെ പൂരം കലക്കിയ കേസ് ആദ്യം എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? അങ്ങനെ സംഭവമേ ഇല്ല. പിന്നെ എന്തിനാ അദ്ദേഹത്തെ സ്ഥാനചലനം വരുത്തിയത്? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനാണ് DGP കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പൂഴ്ത്തി നിങ്ങൾക്കറിയാം. പിന്നെയും വലിച്ചു നീട്ടി. അവസാനം ആ റിപ്പോർട്ട് തിരുത്തിക്കാനുള്ള ശ്രമം നടന്നു. DGP അതിന് തയ്യാറായില്ല. അവസാനം അദ്ദേഹത്തെ സ്ഥലം മാറ്റാനുള്ള ഒരു താൽക്കാലിക കണ്ണിൽ പൊടിയിടുന്ന ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടാണ്. ഇതിൻ്റെ വസ്തുത മനസ്സിലാവണമെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും പറയുന്നത് വസ്തുതയാണെങ്കിൽ, ഇപ്പോഴും ഞാൻ പറയുന്നു, കേരള ജനതയുടെ മുന്നിൽ അവർ പറയുന്നതാണ് ശരിയെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ജനങ്ങളുടെ മുന്നിൽ അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ എന്താണ് തടസ്സം? ഒരു തടസ്സമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുതകൾ.